വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ സെറ്റ് എക്സാം 23rd വരെയാണ്. സോ ആ ഒരു സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും അതേ ആൻസേഴ്സും വിത്ത് ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് നോക്കാം, ദ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ സെൽ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത് മെംബ്രെയിൻസിന്റെ എസിമെട്രി, ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് സെലക്റ്റീവ് പെർമെബിലിറ്റിനെയാണ് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following observations best support this model? അതിൽ ഈ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാമത്തത് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നാമത്തത് presence of unit membranes in all cells. No. Second one, ability of membrane proteins to move laterally within the lipid bilayer. അത് തന്നെയാണ് lateral movements of protein എന്ന് പറയുന്നത് അല്ലേ? സോ ആൻസർ നമുക്ക് കിട്ടി. കോൺസ്റ്റന്റ് തിക്നെസ് ഓഫ് മെംബ്രെയിൻ ഇൻ EM സ്റ്റഡീസ്. ആ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സ്റ്റഡീസിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് ഓഫ് മെംബ്രെയിൻ അല്ല, presence of cholesterol only in animal cell. പക്ഷെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൻസർ എബിലിറ്റി ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻ ടു മൂവ് ലാറ്ററലി വിത്തിൻ ദ ലിപ്പിഡ് ബൈലെയർ. രണ്ടാമത്തത് സെൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് സെൽ സൈക്കിൾ റെഗുലേഷൻ ദ ട്രാൻസിഷൻ ഫ്രം G0 phase to M phase is primarily controlled by കുറേ എൻസൈം. ആ ഒരു സെൽ സൈക്കിളിൽ കുറേ എൻസൈംസും അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ സൈക്ലിൻ ഡിപ്പെൻഡ് കൈനേസ് പോലെയുള്ള എൻസൈംസിന്റെ പ്രസൻസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ G2ൽ നിന്ന് M ഫേസിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ് എന്നാണ് ചോദിച്ചത്. ആ ഒരു കോംപ്ലക്സ് സൈക്ലിൻ D CDK4 കോംപ്ലക്സ്, സൈക്ലിൻ E CDK2 കോംപ്ലക്സ്, സൈക്ലിൻ B CDK1 കോംപ്ലക്സ്, A and CDK2 കോംപ്ലക്സ്. ആൻസർ ഏതാണ്? സൈക്ലിൻ B CDK1 കോംപ്ലക്സ് ആണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ള ഓരോ ചെക്ക് പോയിന്റിന്റെ അടുത്തും വരുന്ന ആ എൻസൈംസിന്റെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ട് ഒന്ന് പഠിക്കാം കേട്ടോ. Then third question, in a test cross, okay, test cross involving linked genes. എന്താണ് linked genes നോക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് എന്തായാലും തീർച്ചയായിട്ടും കാണാം കേട്ടോ. Deviations from the expected 1:1:1:1 ratio is due to. അതായത് ടെസ്റ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ 1:1:1:1 ആണ്. അത് കിട്ടാതിരിക്കാൻ ലിങ്ക്ഡ് ജീൻസ് ഇൻവോൾവ് ചെയ്യുന്ന ടെസ്റ്റ് ക്രോസിൽ ഈ ഒരു റേഷ്യോ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പം എന്തായാലും വേരിയേഷൻസ് അവിടെ തന്നിട്ടുണ്ടാവും അല്ലെ. ഒന്ന് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ സെയിം റേഷ്യോ കിട്ടും. കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ല. മൂന്നാമത്തേത് ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി ലെസ് ദാൻ 50%. ആൻസർ സി ആണ് കറക്റ്റ്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ അവിടെ ഡീവിയേഷൻ ഉണ്ടാകും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിന്ന്. ഓക്കെ, സോ അതിന്റെ ആൻസർ കിട്ടി. ദെൻ നാലാമത്തത് ഇൻ മ്യൂട്ടേഷൻ ചേഞ്ചസ് the codon UAU to UAA, this mutation will most likely result in. അതായത് ഇവിടെ UAU എന്നുള്ള സ്ഥാനത്ത് U മാറിയിട്ട് അവിടെ A ആയിട്ട് മാറി. അവിടെ എന്താ ബേസിന്റെ ചേഞ്ച് ഉണ്ടായി. ഈ ഒരു ടൈപ്പ് മ്യൂട്ടേഷൻ താഴെ തന്നതിൽ ഏതാണ്? സൈലന്റ്, മിസ്സെൻസ്, നോൺസെൻസ്, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. നോൺസെൻസ് മ്യൂട്ടേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോവും എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തായാലും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് C4 പ്ലാന്റ്സ്, അതായത് ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാൽവിൻ സൈക്കിളിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് മോഡിഫൈഡ് ആയിട്ടുള്ള ഫോം ആണ് C4 സൈക്കിൾ അല്ലെ. ആ ഒരു C4 പ്ലാന്റ്സിൽ ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ occurs in mesophyll cells due to the presence of. ഇനീഷ്യലി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നത് മീസോഫിലിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു മീസോഫിലിനെ ആദ്യമായിട്ട് ഫിക്സ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ്. റുബിസ്കോ വിത്ത് ഹൈ അഫിനിറ്റി ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അല്ല, PEP കാർബോക്സിലേസ് ലാക്കിംഗ് ഓക്സിജനേസ് ആക്ടിവിറ്റി. ഓക്കെ, C4 സൈക്കിളിൽ PEP കാർബോക്സിലേസ് ആണ് ഇനീഷ്യലി കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സൈക്കിളും ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെജോറിറ്റി ഈ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. ഡു ചെക്ക് ഇറ്റ്. Which combination of environmental condition would most favor photorespiration in C3 plant? അതായത് C3 പ്ലാന്റിലുള്ള ഫോട്ടോറെസ്പിറേഷനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഒന്നാമത്തത് ഹൈ കാർബൺ ഡൈ ഓക്സൈഡ്, ലോ O2, ലോ ടെമ്പറേച്ചർ.
low carbon dioxide, high O2, high temperature. ഏതാണ് ഉത്തരം? കറക്റ്റ് ആൻസർ ബി ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുമ്പോഴും ഹൈ ഓക്സിജൻ ഉണ്ടാകുമ്പോഴും ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ കൂടണം. അപ്പോഴാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. എന്താണ് ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തത്, in an ecosystem, if 10,000 joule of energy is available at producer level, the approximate energy available at secondary consumer level will be ആൻസർ 100 ജൂൾ ആണ്. അതായത് ഇവിടെ ഒരു 10% ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി എനർജിയിൽ ആ ഒരു 10% ലോ ഉണ്ട്. അതായത് ഓരോ ട്രോഫിക് ലെവൽസിലോട്ട് പോകുന്തോറും 10% കുറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 10% അപ്ലൈഡ് ട്വൈസ്, രണ്ട് ടൈം 10% അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ വരുന്നത് 100 ജൂൾ ആണ്. സോ ആ ഒരു ട്രോപ്പിക് ലെവലിന്റെ ആൻസേഴ്സ് ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക കേട്ടോ. എന്തായാലും 10% എന്നുള്ള കണ്ടീഷൻ വരുമ്പം 5000 ഒരിക്കലും വരില്ല. Then next, which statement regarding ecological succession is correct? എന്താണ് ഇക്കോളജിക്കൽ സക്സീഷൻ നോക്കാം. ഒന്നാമത്തത്, പ്രൈമറി സക്സീഷൻ occur faster than secondary succession. Climax community is always stable and permanent. Pioneer species modify the habitat for subsequent species. Succession occur only on bare rocks. ആൻസർ ഏതാണ്? സി ആണ്. ആദ്യം ഈ ഒരു ഇക്കോളജിക്കൽ സക്സഷൻ നടക്കുന്നത് പൈനിയർ സ്പീഷീസ് ആണ്. ആ ഒരു പൈനിയർ സ്പീഷീസ് ആണ് സബ്സീക്വന്റ് ആയിട്ടുള്ള സ്പീഷീസിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. Then next question, open vascular bundle, anatomy യിൽ വരുന്ന open vascular bundle in dicot stem allows secondary growth because എന്തുകൊണ്ടാണ് secondary growth നടക്കാനുള്ള ചാൻസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഓപ്ഷനിൽ ഏതാണ് secondary growth നടക്കാൻ സഹായിക്കുന്നത്? സൈലവും ഫ്ലോയും separated by parenchyma അല്ല. presence of vascular cambium between xylem and phloem. Okay, answer B ആണ് correct. Then next, same ആ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ വരുന്ന കാസ്പാരിയൻ സ്ട്രിപ്പ് ഇൻ റൂട്ട്സ് പ്രൈമർലി ഫങ്ഷൻസ് ടു. കാസ്പാരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത് റൂട്ടിൽ കാണുന്നതാണ്, എൻഡോഡെർമിസിലൊക്കെ ഉണ്ടാകും. ആ ഒരു സ്ട്രിപ്സ് എന്തിനാണ് സഹായിക്കുന്നത്? വാട്ടർ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാനാണോ? അല്ല. പ്രിവെന്റ് അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ, അതായത് സെൽ ടു സെൽ അപ്പോപ്ലാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്, സെൽ വോളിലൂടെയുള്ള ആ ഒരു അപ്പോപ്ലാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യാനാണ് കാസ്പാരിയൻ സ്ട്രിപ്പ് സഹായിക്കുന്നത്. Then next, classification base ചെയ്തിട്ട് ബന്ധാം ആൻഡ് ഹുക്ക് സിസ്റ്റം ഇസ് നോട്ട് ഫൈലോജനിക്. ഫൈലോജനറ്റിക് അല്ല. അതിന്റെ കാരണം എന്താണ്? ബന്ധാം ആൻഡ് ഹുക്കർ മെയിൻലി എന്ത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്? യൂസേഴ്സ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അത് ഫൈലോജനറ്റിക് അല്ല എന്ന് പറയാൻ കാരണം അവ ഇവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ഇഗ്നോർ ചെയ്തു. ഇവിടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതും ശരിയാണ്. പക്ഷെ എങ്കിലും ഫൈലോജനറ്റിക് അല്ലാത്തതിന്റെ കാരണമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ ആൻസർ പറയേണ്ടത് ഇവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തു എന്നതാണ്. Then 12th question, use of Taq polymerase in PCR is advantageous because it synthesize RNA polymerase. No, is active at a low temperature. High temperature ആണ് Taq polymerase ആക്റ്റീവ് ചെയ്യുന്നത്. withstand high denaturation temperature. Okay, നമ്മൾ ഡബിൾ സ്ട്രാൻഡ് ആദ്യം ഈ ഒരു DNA ഡബിൾ സ്ട്രാൻഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുക. about 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്, ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്ന എൻസൈം ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതാണ് Taq polymerase എന്ന് പറയുന്ന എൻസൈം. സോ ആൻസർ ഏതാണ്? സി ആണ്. Then 13th question, the double fertilization result in the formation of zygote and haploid endosperm. അല്ല, haploid endosperm എന്ന് പറയുന്നത് haploid അല്ല. So B, zygote and triploid endosperm. So answer എന്ന് പറയുന്നത് B ആണ്. Okay, 3N ആയിട്ടുള്ള endosperm diploid ആയിട്ടുള്ള zygote ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then next, in a cross involving incomplete dominance,
the F2 phenotypic ratio obtained will be. Incomplete dominance ന്റെ ratio ഏതാണ്? 9:3:3:1 ആണോ? അല്ല, 9:3:3:1 സാധാരണ നോർമൽ ആയിട്ടുള്ള ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ ആണ്. സോ ഇൻകംപ്ലീറ്റ് ആകുമ്പോൾ അവയുടെ റേഷ്യോ 1:2:1 ആണ്. ഓക്കെ, അതേപോലെയുള്ള കുറെ എപ്പിജനറ്റിക് ഇൻഹെറിറ്റൻസിന്റെ ഒക്കെ റേഷ്യോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കൂ കേട്ടോ. then 15ാമത്തെ ക്വസ്റ്റ്യൻ, which of the following best explains why linked genes do not assort independently? ഞാൻ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഈ ലിങ്ക്ഡ് ജീൻസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ലിങ്ക്ഡ് ജീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല അസോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്? ബിക്കോസ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഹോമോലോഗസ് ക്രോമസോം. അല്ല, ബി നോക്കാം, ജീൻസ് ആർ പ്രസന്റ് ഓൺ ദ സെയിം ക്രോമസോം. ഓക്കെ, സെയിം ക്രോമസോമിൽ ഒരു ജീൻ രണ്ട് ജീൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴവിടെ ലിങ്ക്ഡ് ജീൻസ് ആണ്, അവ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല അസോർട്ട് ചെയ്യുന്നത്. then 16th question, the sigma factor in prokaryotic transcription is responsible for. our prokaryotic transcription വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ ഓപ്ഷൻസ്, ചെയിൻ ഇലോങ്ങേഷൻ ആണോ മെയിൻ ആയിട്ട് റെസ്പോൺസിബിൾ ചെയ്യുന്നത്? ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണോ? അല്ല, പ്രൊമോട്ട് റീജിയനെ റെക്കഗ്നൈസ് ചെയ്യാനാണ് സിഗ്മ ഫാക്ടർ, പ്രൊകാരിയോട്സിൽ സിഗ്മ ഫാക്ടറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, ആ ഒരു ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം പാത്വേയിൽ അല്ലെങ്കിൽ ക്യാം പ്ലാന്റ്സിൽ നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റിലും ഡേയിലും നടക്കുന്നുണ്ട്. ആ ഒരു ക്യാം പ്ലാന്റ്സിൽ നൈറ്റ് ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈം ഏതാണ്? റുബിസ്കോ, PEP carboxylase, malate dehydrogenase, carbonic anhydrase. ആൻസർ PEP carboxylase ആണ്. ഓക്കെ, the next question, which condition will increase transpiration rate in plants? പ്ലാന്റ്സിൽ വാട്ടറിന്റെ ആ ഒരു ട്രാൻസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഹൈ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണോ? അല്ല, ലോ ഹ്യൂമിഡിറ്റി ആൻഡ് ഹൈ വിൻഡ് വെലോസിറ്റി, ലോ ലൈറ്റ് ഇന്റൻസിറ്റി, ക്ലോസ്ഡ് സ്റ്റൊമാറ്റ. അപ്പൊ ബാക്കി 3 കണ്ടീഷനും അല്ല എന്ന് ഉറപ്പാ. സോ ആൻസർ ഏതാണ്? ഹ്യൂമിഡിറ്റി കുറഞ്ഞ, വിൻഡ് വെലോസിറ്റി കൂടിയ കണ്ടീഷൻ ആണ് ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുന്നത്. then പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പോപ്പുലേഷന്റെ കേരിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണെങ്കിൽ, അതായത് കേരിങ് കപ്പാസിറ്റി, അതായത് ആ ഒരു പോപ്പുലേഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഓർഗാനിസത്തിന്റെ നമ്പർ, ആ ഒരു റിസോഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് രീതിയിൽ സ്യൂട്ടബിൾ ചെയ്തിട്ട് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിന്റെ നമ്പർ വളരെ കൂടിപ്പോയി. പോപ്പുലേഷൻ, ആ ഒരു കേരിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ സൈസ് എന്താകും? ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി, റിമെയിൻ കോൺസ്റ്റന്റ്, ഡിക്ലൈൻ ആൻഡ് സ്റ്റെബിലൈസ് അറൌണ്ട് കേരിങ് കപ്പാസിറ്റി. കേരിങ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ് പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ റിസോഴ്സസ് ഒക്കെ തീർന്നു പോകും. അപ്പൊ പോപ്പുലേഷൻ സൈസ് കുറയാണ് ചെയ്യുന്നത്. Okay, then 20th question, which of the following is an example of mutualism? mutualism അല്ലെങ്കിൽ symbiosis എന്ന് വെച്ചാൽ രണ്ടു പേർക്കും പോസിറ്റീവ് ആണ് അല്ലേ? സോ ആൻസർ എന്താണ്? പാരാസൈറ്റിസം ബിറ്റ്വീൻ അല്ല, ലൈക്കൻ അസോസിയേഷൻ. സോ ആൻസർ ലൈക്കൻസ് ആണ്. ആൽഗയും ഫംഗസും തമ്മിലുള്ള മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സെക്കൻഡറി സൈലം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കോർക്ക് കാമ്പിയം ആണോ? അല്ല, അത് ബാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എപ്പിക്കൽ മെരിസ്റ്റം അല്ല, വാസ്കുലാർ കാമ്പിയം. സോ ആൻസർ വാസ്കുലാർ കാമ്പിയം ആണ്. Okay, then 22nd question, which tissue is responsible for the storage of food in root? റൂട്ടിൽ സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാ? സൈലം അല്ല, ഫ്ലോയം അല്ല, കോർട്ടെക്സ് ആണ് അല്ലെ, എൻഡോഡെർമിസ് അല്ല, കോർട്ടെക്സ് ആണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് റൂട്ടിലുള്ള ഒരു structure എന്ന് പറയുന്നത്. Then next, APJ classification system primarily uses. APJ classification system ഏതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട്? അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓൺലി ആണോ APJ യൂസ് ചെയ്യുന്നത്? അല്ല. ഫോസിൽ റെക്കോർഡ്സ് ആണോ യൂസ് ചെയ്യുന്നത്? അല്ല. ആൻസർ ഏതാണ്? മോളിക്യുലാർ ആൻഡ് ജനറ്റിക് ഡാറ്റാസ് ആണ് മെയിൻലി APJ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then 24th question, selectable marker gene is commonly used in plant transformation. plant transformation ടെക്നിക്കിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജനറ്റിക് മാർക്കർ സെലക്ടബിൾ മാർക്കർ ജീൻ ഏതാണ്? LAGZ നോ, GFP നോ, NPT സെക്കൻഡ്,
അതാണ് ആൻസർ. ഓക്കെ, NPT2 ആണ് പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്ന സെലക്ടബിൾ മാർക്കർ. The last question, in angiosperm, endosperm development usually starts before fertilization, after syncamy, after triple fusion, simultaneous with the pollination. സിങ്കമി ആണോ? അല്ല, സിങ്കമി കഴിഞ്ഞിട്ട് സൈഗോട്ട് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞിട്ടാണ് എൻഡോസ്പെർം ഡെവലപ്പ് ചെയ്യുന്നത്. സോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ. ഒരു 25 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് this helpful, please comment, let me know. ഇനി എന്തെങ്കിലും ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇൻ കേസ് ഇനി എന്തെങ്കിലും ടോപ്പിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് ഓൾ ക്ലാസ്സസ് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.